ചട്ടം ലംഘിച്ച് കോൺഗ്രസ് നേതാവിന്റെ മകന് പോലീസിൽ നിയമനത്തിന് നീക്കം. കെപിസിസി അംഗവും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനുമായ കെ.ടി. ജെയിംസിന്റെ മകൻ റോബിന് നിയമനം നൽകാനാണ് നീക്കം. സ്പോർട്സ് കോട്ട വഴി നിയമനം നടത്താൻ പ്രായപരിധിയിൽ ഇളവ് നൽകി. 25 വയസ്സാണ് പ്രായപരിധി. റോബിന് 28 വയസ്സാണ് പ്രായം. മികച്ച കായിക താരങ്ങളെ തഴഞ്ഞാണ് റോബിന് നിയമനം നൽകാൻ നീക്കം. റോബിന് വേണ്ടി സർക്കാർ ഇറക്കിയ പ്രത്യേക ഉത്തരവിന്റെ പകർപ്പ് പീപ്പിളിന്. വിശദാംശങ്ങളുമായി പി.വി. കുട്ടൻ ചേരുന്നു. കുട്ടൻ, വ്യക്തമായ രീതിയിൽ ചട്ടലംഘനം നടന്നുവോ? കോൺഗ്രസ് നേതാവിന്റെ മകൻ എന്ന പരിഗണന നൽകിക്കൊണ്ടാണോ പ്രായപരിധിയിൽ ഈ ഇളവ് തരപ്പെടുത്തിയിരിക്കുന്നത്? ഏത് രീതിയിലാണ് രേഖകളിലൂടെ കൃത്രിമം വ്യക്തമാകുന്നത്? പ്രതീഷ്, കെപിസിസി അംഗവും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനുമായ കെ.ടി. ജെയിംസിന്റെ മകൻ റോബിൻ ജെയിംസിന് നിയമനം നൽകുന്നതിന് വേണ്ടിയാണ്, പോലീസിന് നിയമനം നൽകുന്നതിന് വേണ്ടിയാണ് ചട്ടങ്ങൾ ഇപ്പോൾ ലംഘിച്ചിരിക്കുന്നത്. ഇതിന്റെ രേഖകൾ പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. സ്പോർട്സ് കോട്ട വഴി റോബിനെ നിയമനം നൽകാനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത്. 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയാണ് സ്പോർട്സ് കോട്ട വഴിയുള്ള പ്രവേശനത്തിനായുള്ള പ്രായപരിധി. എന്നാൽ റോബിന് 28 വയസ്സായി എന്ന് അദ്ദേഹത്തിന്റെ ബയോഡാറ്റയിൽ, അദ്ദേഹം പോലീസ് നിയമനത്തിന് വേണ്ടി സമർപ്പിച്ച ബയോഡാറ്റയിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട്. 1988 റോബിൻ ജനിച്ചത്. പ്രായപരിധി കഴിഞ്ഞ റോബിനെ പോലീസിൽ ബാസ്കറ്റ്ബോൾ ടീമിൽ തിരികെ കയറ്റാൻ വേണ്ടിയാണ് സർക്കാർ പ്രത്യേക ഉത്തരവിറക്കിയിരിക്കുന്നത്. റോബിന് പ്രായപരിധിയിൽ ഇളവ് നൽകിക്കൊണ്ട് ആഭ്യന്തര വകുപ്പാണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഈ ഉത്തരവിന്റെ പകർപ്പ് പീപ്പിളിന് ലഭിച്ചു. കായിക രംഗത്ത് പ്രത്യേക മികവൊന്നും പുലർത്താത്ത റോബിനെ മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്നാണ് പ്രത്യേക ഉത്തരവിലൂടെ പോലീസിൽ ജോലി ലഭിക്കാനുള്ള വഴി ഒരുങ്ങിയിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. റോബിന്റെ സർട്ടിഫിക്കറ്റ് പരിശോധന കഴിഞ്ഞ ദിവസം പൂർത്തിയായി. ഇപ്പോൾ അല്പസമയത്ത് തന്നെ തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ വെച്ച് ഇദ്ദേഹത്തെ ഈ ടീമിലേക്ക് സെലക്ട് ചെയ്യുന്നതിനുള്ള സെലക്ഷൻ നടപടിക്രമങ്ങൾ നടക്കും. സാധാരണയായി 3 അംഗ പാനലാണ് സെലക്ഷൻ നടപടികൾക്ക് മേൽനോട്ടം വഹിക്കേണ്ടത്. എന്നാൽ റോബിനെ അനധികൃതമായി നിയമിക്കുന്നതിന് വേണ്ടി ഇത്തവണ ഏകാംഗ ജൂറി കമ്മിറ്റി, ഏകാംഗ പാനലിനെയാണ് വെച്ചത് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അതും കോൺഗ്രസ് നേതാക്കളുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ബാസ്കറ്റ്ബോൾ അസോസിയേഷന്റെ ഒരു നേതാവിനെയാണ് ഇത്തവണ സെലക്ഷൻ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ തന്നെ കബഡി ഉൾപ്പെടെയുള്ള മത്സര ഇനങ്ങളിൽ കേരളത്തിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച കായിക താരങ്ങളിൽ ചിലർക്ക് 25 വയസ്സ് പൂർത്തിയായി എന്ന് കണ്ടെത്തി അവരുടെ അവസരം നിഷേധിക്കുക ചെയ്തിട്ടുണ്ട്. ഇന്നലെ സർട്ടിഫിക്കറ്റ് പരിശോധനയിലാണ്. അതായത് കുട്ടൻ, ഒട്ടേറെ കഴിവുള്ള കായിക താരങ്ങൾ ഉണ്ട്. ഇത്തരത്തിലുള്ള മാനദണ്ഡങ്ങളെല്ലാം മറികടന്നുകൊണ്ട് ഇത്തരം കഴിവുള്ള കായിക താരങ്ങളെ തഴയുന്നു. വ്യക്തമായ രീതിയിൽ വളരെ ആസൂത്രണത്തോടു കൂടി തന്നെ ഈ വ്യക്തിക്ക് വേണ്ടി ഇടപെടൽ നടത്തുകയാണോ ചെയ്തിട്ടുള്ളത്? മാനദണ്ഡങ്ങളെല്ലാം തന്നെ കാറ്റിൽ പറത്തുമ്പോൾ ഒട്ടേറെ ഉദ്യോഗാർത്ഥികൾ തഴയപ്പെടുന്ന ഒരു സാഹചര്യമാണോ നിലവിൽ ഉള്ളത്? തീർച്ചയായും പ്രജീഷ്, ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട കായിക താരങ്ങൾ, സംസ്ഥാന ടീമിലടക്കം കളിച്ചവർ, സംസ്ഥാനത്തിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച കബഡി ടീമിൽ ഉൾപ്പെടെയുള്ള താരങ്ങളെ അവഗണിച്ചു എന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ഇന്നലെയാണ് ഇത് സംബന്ധിച്ച പോലീസിലെ കായിക വിഭാഗത്തിലേക്കുള്ള സെലക്ഷൻ പ്രക്രിയകൾ ആരംഭിച്ചത്. അതിന്റെ ഭാഗമായി അതിന്റെ പ്രാരംഭ നടപടിയായി ഇന്നലെ തിരുവനന്തപുരത്ത് വെച്ച് ഈ കായിക താരങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെ പരിശോധന നടന്നു. ഇതിൽ 25 വയസ്സ് എന്നത് വളരെ കർശനമാക്കിയിരുന്നു. അതിനെ തുടർന്ന് 26 വയസ്സായ കബഡി ടീമിലെ ചില പ്രധാനപ്പെട്ട താരങ്ങൾ, ഇത്തവണയടക്കം കേരള ടീമിന് വേണ്ടി കളിച്ച കബഡി ടീമിലെ പ്രധാന താരങ്ങളെ 26 വയസ്സായി എന്ന കാരണം പറഞ്ഞുകൊണ്ട് തടഞ്ഞു. ഈ ഘട്ടത്തിലാണ് 28 വയസ്സായ റോബിനെ തിരികെ കയറ്റാനുള്ള നീക്കം നടക്കുന്നത്. റോബിന് വേണ്ടി പ്രത്യേക ഉത്തരവാണ് ഇറക്കിയത്. അദ്ദേഹമാകട്ടെ, ഞങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത് സംസ്ഥാനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഈ ബാസ്കറ്റ്ബോൾ മേഖലയിൽ വലിയ പ്രാവീണ്യമൊന്നും ഉള്ള ആളല്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. തികച്ചും രാഷ്ട്രീയ പ്രേരിതമായാണ് ഇത്തരം നിയമനം നടക്കാനുള്ള നീക്കം നടക്കുന്നത്. കഴിഞ്ഞ 3 വർഷമായി കെ.ടി. ജെയിംസ് മകന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് വിവിധ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് ആ മേഖലയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്നാലും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നേരിട്ട് ഇടപെട്ടാണ് ഇദ്ദേഹത്തിന്റെ മകന് ഈ നിയമനം ലഭിക്കുന്നതിനുള്ള കാര്യങ്ങൾ മുന്നോട്ട് നയിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത്. ചട്ടം ലംഘിച്ച് കോൺഗ്രസ് നേതാവിന്റെ മകന് പോലീസിൽ നിയമനത്തിന് നീക്കം. കെപിസിസി അംഗം കെ.ടി. ജെയിംസിന്റെ മകനാണ് ചട്ടങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് പോലീസിൽ നിയമനം നൽകാനുള്ള നീക്കം നടക്കുന്നത്. ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അന്തരിച്ചു. ഇ.കെ. വിഭാഗം സമസ്ത ജനറൽ സെക്രട്ടറിയും പണ്ഡിതനുമാണ്. കെ.ടി. സ്വാലിഹ് വിശദാംശങ്ങൾ നൽകും. സ്വാലിഹ്, എപ്പോഴായിരുന്നു അന്ത്യം സംഭവിച്ചത്? എത്രത്തോളം വിടവായിരിക്കും ഒരുപക്ഷെ ഈ മേഖലയിൽ സമസ്ത വിഭാഗത്തിനൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ വിയോഗത്തോടുകൂടി ഉണ്ടായിരിക്കുന്നത്?
പ്രജീഷ്, സമസ്ത ഇ.കെ. വിഭാഗം ജനറൽ സെക്രട്ടറിയാണ് ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ. 72 വയസ്സായിരുന്നു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. 1996 മുതൽ അദ്ദേഹം സമസ്തയുടെ ജനറൽ സെക്രട്ടറിയാണ്. ഇ.കെ. അബൂബക്കർ മുസ്ലിയാരുടെ നിര്യാണത്തെ തുടർന്നാണ് അദ്ദേഹം ജനറൽ സെക്രട്ടറി പദം ഏറ്റെടുക്കുന്നത്. മുസ്ലിം കർമ്മശാസ്ത്രത്തിൽ അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്ന ചെറുശ്ശേരി നിരവധി ഗ്രന്ഥങ്ങളും ഈ വിഷയത്തിൽ രചിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ശിഷ്യന്മാരുള്ള ഒരു മുസ്ലിം മതപണ്ഡിതൻ കൂടിയാണ് അദ്ദേഹം. ദീർഘകാലം കോഴിക്കോട് നന്ദി ദാറുസലാം അറബി കോളേജിലും ചെമ്മാട് ദാറുൽ ഹുദ അറബി കോളേജിലും അധ്യാപകനായിരുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹം അല്പസമയത്തിനകം തന്നെ കൊണ്ടോട്ടി കിഴിശ്ശേരിയിലെ വീട്ടിലെത്തിക്കും. അതിനുശേഷം അദ്ദേഹം ദീർഘകാലം ജോലി ചെയ്ത അദ്ദേഹം തന്നെ സ്ഥാപിച്ച ചെമ്മാട് ദാറുൽ ഹുദ അറബി കോളേജിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. അവിടെ തന്നെയാണ് ഖബറടക്കവും നടക്കുക. സമസ്തയെ മുസ്ലിം ലീഗുമായി അടുപ്പിച്ചു നിർത്തിയ ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം. ദീർഘകാലം സമസ്ത രണ്ടാവുന്ന സമയത്ത് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ സമസ്ത പിളരുന്ന കാലത്ത് അദ്ദേഹം മുസ്ലിം ലീഗിന്റെ കൂടെ നിൽക്കുകയും ഇ.കെ. അബൂബക്കർ മുസ്ലിയാരുടെ കൂടെ നിൽക്കുകയും അങ്ങനെ സമസ്തയെയും ലീഗിനെയും ഒന്നിച്ചു കൊണ്ടുപോവാൻ അഹോരാത്രം കഷ്ടപ്പെടുകയും ചെയ്ത ഒരു നേതാവാണ് ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളവും സമസ്തയെ സംബന്ധിച്ചിടത്തോളവും ചെറുശ്ശേരിയുടെ നിര്യാണം നികത്താനാവാത്ത ഒരു വിടവ് തന്നെയാണ്. മുസ്ലിം പണ്ഡിത ലോകത്തും തന്നെ വളരെ അറിയപ്പെടുന്ന ഒരു നേതാവാണ് എന്നതുകൊണ്ട് തന്നെ ഈ മേഖലയിലെല്ലാം ധാരാളം ശിഷ്യന്മാരും അദ്ദേഹത്തിനുണ്ട്. സമസ്തയുടെ വാർഷിക സമ്മേളനത്തിൽ അദ്ദേഹം അധ്യക്ഷ പദവി ഇരിക്കേണ്ടതായിരുന്നു. എന്നാൽ അസുഖത്തെ തുടർന്നാണ് അദ്ദേഹം ആലപ്പുഴയിൽ എത്താതിരുന്നത്. പ്രജീഷ് ാണ് വിവരങ്ങൾ നൽകിയത്. ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അന്തരിച്ചു. ഇ.കെ. വിഭാഗം സമസ്ത ജനറൽ സെക്രട്ടറിയും പണ്ഡിതനുമായിരുന്നു അദ്ദേഹം. ചണ്ഡീഗഡിലെ CPM സംസ്ഥാന സമിതി ഓഫീസിന് നേരെ VHP ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ ആക്രമണം. ആക്രമികൾ നടത്തിയ കല്ലേറിൽ ഓഫീസിന്റെ ജനൽച്ചില്ലുകളും വാതിലുകളും തകർന്നു. ചണ്ഡീഗഡിലെ സെക്ടർ 30-ൽ സ്ഥിതി ചെയ്യുന്ന ഓഫീസിൽ വൈകുന്നേരത്തോടെയാണ് അക്രമികൾ എത്തിയത്. CPIM മുർദാബാദ് എന്ന മുദ്രാവാക്യം വിളിച്ചാണ് അക്രമികൾ എത്തിയത്. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. അക്രമികളെ ആരെയും തന്നെ പിടികൂടിയിട്ടില്ല. JNU വിഷയത്തിൽ അഭിഭാഷക കമ്മീഷൻ ഇന്ന് സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. കനയ്യയുടെ അറസ്റ്റിനെതിരെ പ്രതിഷേധം അതേസമയം ശക്തമാവുകയാണ്. വിദ്യാർത്ഥി സംഘടനകൾ ഇന്ന് രാജ്യവ്യാപകമായി പഠിപ്പ് മുടക്കുന്നു. വിശദാംശങ്ങളുമായി മനുശങ്കർ ദില്ലിയിൽ നിന്നും ചേരുന്നു. മനു, JNU സംഭവം കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് തന്നെ പോവുകയാണോ? ഇന്ന് റിപ്പോർട്ട് ഏത് രീതിയിലായിരിക്കും അഭിഭാഷക കമ്മീഷൻ തേടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സമർപ്പിക്കുക? എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച് രാജ്യ തലസ്ഥാനത്തെ JNUവിലടക്കം രാജ്യതലസ്ഥാന ജന്തർ മന്ദറിലടക്കം പ്രതിഷേധങ്ങൾ പല രീതിയിൽ തന്നെ പുരോഗമിക്കുമോ? പ്രജീഷ്, എന്തായാലും JNU വിഷയം രാജ്യവ്യാപകമായി പുകയുകയാണ്. JNU സംഭവത്തിൽ കേന്ദ്ര സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് SFI ASF സംഘടനകളുടെ രാജ്യവ്യാപകമായ പഠിപ്പുമുടക്ക് സമരം തുടരുകയാണ്. വിവിധ വിദ്യാർത്ഥി സംഘടനകളും ഈ പഠിപ്പുമുടക്ക് സമരത്തിൽ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇന്ന് അഭിഭാഷക കമ്മീഷൻ റിപ്പോർട്ടും സുപ്രീം കോടതി മുമ്പാകെ സമർപ്പിക്കും. ഇന്നലെ സുപ്രീം കോടതി തന്നെ ദില്ലി പട്ടേൽ ഹൗസ് കോടതിക്ക് മുമ്പാകെ നടന്ന സംഘർഷം പരിധി വിട്ടതിനെ തുടർന്ന് സുപ്രീം കോടതി നേരിട്ട് ഇടപെടുകയും 5-അംഗ അഭിഭാഷക കമ്മീഷനെ ദില്ലി പട്ടേൽ ഹൗസ് കോടതിയിലേക്ക് വിടുകയും റിപ്പോർട്ട് തയ്യാറാക്കാൻ വിടുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ അഭിഭാഷക കമ്മീഷന് നേരെ പോലും ആക്രമണങ്ങളാണ് അഴിച്ചുവിടുക ചെയ്തിരുന്നത്. ചുടുകട്ടകളടക്കം ഈ അഭിഭാഷക കമ്മീഷന് നേരെ എറിയുകയും ചെയ്തിരുന്നു. രാജീവ് ധവാൻ ഇന്നലെ തന്നെ സുപ്രീം കോടതി മുമ്പാകെ അറിയിക്കുകയും ചെയ്തിരുന്നത് തന്റെ ജീവൻ ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്, തന്നെ പാകിസ്ഥാൻ ചാരൻ എന്ന് പോലും വിളിച്ചിരുന്നു എന്ന രീതിയിലുള്ള കാര്യങ്ങൾ സുപ്രീം കോടതി മുമ്പാകെ ധരിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനാൽ തന്നെ ദില്ലി പാട്യാല ഹൗസ് കോടതിയിൽ അരങ്ങേറിയ സംഭവ വികാസങ്ങളെ കുറിച്ചുള്ള സമഗ്രമായ റിപ്പോർട്ടാകും ഇന്ന് സുപ്രീം കോടതി മുമ്പാകെ ഈ മുതിർന്ന അഭിഭാഷക സംഘം സമർപ്പിക്കുക. ഇക്കാര്യത്തിൽ ഈ മാസം തന്നെ സുപ്രീം കോടതി വ്യക്തമായ നിലപാട് അറിയിച്ചേക്കുമെന്നാണ് അറിയുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് പാർലമെന്റിലേക്കും വിവിധ വിദ്യാർത്ഥി സംഘടനകൾ മാർച്ച് നടത്തുന്നുണ്ട്. കൂടാതെ JNUവിൽ പൂർണ്ണമായും JNU സ്തംഭിച്ചൊരവസ്ഥയിലാണ്. JNUവിൽ സമരം കൂടുതൽ തീക്ഷണമായി തുടരുകയാണ്. പ്രജീഷ്, മനുശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. JNU വിഷയത്തിൽ പ്രതിഷേധിച്ച് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ നടത്തിയ മാർച്ചിലും സംഘർഷം. BJP പ്രവർത്തകരാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വെച്ച് മാർച്ചിന് നേരെ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ പ്രതിഷേധിച്ച അഭിഭാഷകർ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു.
ദില്ലി പാട്യാല ഹൗസ് കോടതിയിൽ നടന്ന അതിക്രമങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ സെക്രട്ടേറിയറ്റിലേക്ക് പ്രകടനം നടത്തിയത്. യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഉടുമ്പൻചോല MLA KK ജയചന്ദ്രൻ സംസാരിച്ചുകൊണ്ടിരിക്കെയാണ് BJPയുടെ പ്രകടനം അപ്രതീക്ഷിതമായി ഇവിടേക്ക് എത്തുന്നത്. എണ്ണത്തിൽ കുറവായിരുന്ന അഭിഭാഷകരെ BJP പ്രവർത്തകർ വളഞ്ഞുവെച്ച് മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ വനിതാ അഭിഭാഷകരായ പത്മിനി റോസ്, റജീന വിൻസെന്റ്, കൃഷ്ണകുമാരി, വത്സ വർഗീസ്, T ഗീനാകുമാരി, ജീന എന്നിവർക്കും നേതാക്കളായ പള്ളിച്ചൽ പ്രമോദ്, അംശു വാമദേവൻ എന്നിവർക്കും മുതിർന്ന അഭിഭാഷകൻ PK ഗോപിനാഥൻ നായർക്കും പരിക്കേറ്റു. ഞങ്ങളെ പ്രകടനം പിരിയാൻ നേരത്ത് BJP RS ജാഥ വരികയും ഞങ്ങളെ വളയുകയും അവർ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. ആ സമയത്ത് ഞങ്ങൾ എണ്ണത്തിൽ വളരെ കുറവായിരുന്നു. അവർ ആ ധർണയിലും പ്രകടനത്തിലും പങ്കെടുത്ത ആളുകൾ കയറി ആക്രമിക്കുകയായിരുന്നു. BJP നേതാക്കളായ VV രാജേഷ്, S സുരേഷ്, കേശവദാസുപുരം വിക്രമൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് അക്രമം നടന്നതെന്ന് അഭിഭാഷകർ കന്റോൺമെന്റ് പോലീസിന് മൊഴി നൽകി. മർദ്ദനമേറ്റതിനെ തുടർന്ന് അഭിഭാഷകർ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. പ്രതികളെ ഉടൻ പിടികൂടാമെന്ന പോലീസിന്റെ ഉറപ്പിനെ തുടർന്ന് ഉപരോധം അവസാനിപ്പിച്ചു. മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് അഭിഭാഷകർ നാളെ വഞ്ചിയൂർ കോടതി ബഹിഷ്കരിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. CPM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്നും ദില്ലിയിൽ തുടരും. നിലവിലെ ദേശീയ രാഷ്ട്രീയ സ്ഥിതിഗതികൾ യോഗം വിലയിരുത്തും. JNU വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള RSS വേട്ടയാടലും ഭരണ പിന്തുണയോടെ രാജ്യത്ത് BJP നടത്തുന്ന വർഗീയ ധ്രുവീകരണവും കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ചയാകും. അടുത്തുവരുന്ന കേരളം, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ വിലയിരുത്തും. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ നയിക്കുന്ന ജനകീയ യാത്ര ഇന്ന് തിരുവനന്തപുരത്ത് സമാപിക്കും. ജനുവരി 27-ന് മഞ്ചേശ്വരത്ത് നിന്നും പുറപ്പെട്ട യാത്ര 14 ജില്ലകളിലും പര്യടനം പൂർത്തിയാക്കിയാണ് ഇന്ന് സമാപനത്തിലേക്ക് കടക്കുന്നത്. സമാപന പൊതുസമ്മേളനം CPI ദേശീയ സെക്രട്ടറി D രാജ MP ഉദ്ഘാടനം ചെയ്യും. സോളാർ കമ്മീഷൻ മുൻപാകെ സരിത നായർ ഇന്ന് വീണ്ടും ഹാജരാകും. സരിതയെ ഇന്ന് ആര്യാടൻ മുഹമ്മദിന്റെ അഭിഭാഷകൻ ക്രോസ് വിസ്താരം ചെയ്യും. ഇതിനുശേഷം പോലീസ് അസോസിയേഷൻ അഭിഭാഷകരും സർക്കാർ അഭിഭാഷകരും സരിതയെ വിസ്തരിക്കും. നേരത്തെ മുഖ്യമന്ത്രിയുടെ അഭിഭാഷകൻ സരിതയെ വിസ്തരിച്ചിരുന്നു. അവശേഷിക്കുന്ന തെളിവുകൾ കമ്മീഷന് കൈമാറുമെന്ന് സരിത വ്യക്തമാക്കിയിട്ടുണ്ട്. പീപ്പിൾ TV എക്സ്ക്ലൂസീവ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നിയമനത്തിൽ വൻ ക്രമക്കേട് നടന്നതായി ആരോപണം. നിയമനം നടന്നുകൊണ്ടിരിക്കുന്ന റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ടാണ് ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. യോഗ്യതാ പരീക്ഷയിൽ കുറഞ്ഞ മാർക്ക് ലഭിച്ച നിരവധി ഉദ്യോഗാർത്ഥികൾ കൂടിക്കാഴ്ചയിൽ ലഭിച്ച ഉയർന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റിൽ കടന്നുകൂടിയതായാണ് സംശയത്തിനിടയാക്കിയിരിക്കുന്നത്. നേരത്തെ അസിസ്റ്റന്റ് നിയമനത്തിന് ലീഗ് നേതാവ് കോഴ ആവശ്യപ്പെട്ട വാർത്ത പീപ്പിൾ TV പുറത്തുവിട്ടതിനെ തുടർന്ന് നിയമന നടപടികൾ വൻ വിവാദമായിരുന്നു. കഴിഞ്ഞ ജനുവരി 30-ന് പ്രസിദ്ധീകരിച്ച കാലിക്കറ്റ് സർവകലാശാലയിലെ അസിസ്റ്റന്റ് നിയമനത്തിനുള്ള മെയിൻ റാങ്ക് ലിസ്റ്റിൽ ആകെ 1077 പേരാണുള്ളത്. 280 പേർക്ക് നിയമന ഉത്തരവ് നൽകിയതിൽ 200-ലേറെ പേർ സർവകലാശാലയിൽ ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. പരീക്ഷയിൽ കുറഞ്ഞ മാർക്ക് ലഭിച്ച പലരും ഇന്റർവ്യൂവിന് ലഭിച്ച ഉയർന്ന മാർക്കിലൂടെ അന്തിമ പട്ടികയിൽ കടന്നുകൂടി. ആദ്യ 400 പേരുടെ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇങ്ങനെ: 50 മാർക്ക് പരീക്ഷയ്ക്ക് ലഭിച്ച 41 പേർക്ക് കൂടിക്കാഴ്ചക്കുള്ള 20 മാർക്കിൽ ലഭിച്ചത് ആകെ 6 മാർക്ക് മാത്രം. അതേസമയം പരീക്ഷയ്ക്ക് 40 മാർക്കിൽ താഴെയും 18 മാർക്കോ അതിലധികമോ ഇന്റർവ്യൂവിന് ലഭിച്ച 138 പേർ ലിസ്റ്റിലുണ്ട്. ഉദാഹരണത്തിന് 51 മാർക്ക് ലഭിച്ച ഒരു ഉദ്യോഗാർത്ഥിക്ക് കൂടിക്കാഴ്ചയിൽ ലഭിച്ചത് 3.5 മാർക്ക് മാത്രം. അതേസമയം 36 മാർക്ക് മാത്രം പരീക്ഷയിൽ ലഭിച്ച മറ്റൊരു ഉദ്യോഗാർത്ഥിക്ക് കൂടിക്കാഴ്ചയിൽ 19 മാർക്ക് ലഭിച്ചു. പരീക്ഷയുടെ മാർക്കും ഇന്റർവ്യൂവിന്റെ മാർക്കും തമ്മിൽ വലിയ അന്തരമുള്ളത് സംശയത്തിനിടയാക്കുന്നു. ഉദ്യോഗാർത്ഥികൾ ഹൈക്കോടതിയെ സമീപിക്കുന്നതുവരെ പരീക്ഷയുടെയും ഇന്റർവ്യൂവിന്റെയും മാർക്ക് പ്രസിദ്ധീകരിക്കാൻ പോലും സർവകലാശാല തയ്യാറായിരുന്നില്ല. അസിസ്റ്റന്റ് നിയമനത്തിനായി ലീഗ് നേതാവ് 15 ലക്ഷം രൂപ കോഴ ആവശ്യപ്പെടുന്നത് നേരത്തെ ദൃശ്യങ്ങൾ സഹിതം പീപ്പിൾ TV പുറത്തുവിട്ടിരുന്നു. സംഭവം വിവാദമായതിനെ തുടർന്ന് സിൻഡിക്കേറ്റ് വിജിലൻസ് അന്വേഷണത്തിനായി സർക്കാരിനോട് ശുപാർശ ചെയ്തിരുന്നെങ്കിലും തുടർ നടപടികൾ എങ്ങുമെത്തിയില്ല. റാങ്ക് ലിസ്റ്റിൽ ക്രമക്കേട് നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടി മുൻ VC അബ്ദുൽ സലാമും താൽക്കാലികമായി VCയുടെ ചുമതല വഹിച്ചിരുന്ന ഖാദർ മാങ്ങാടും നിയമന ഉത്തരവിൽ ഒപ്പിടാൻ തയ്യാറായിരുന്നില്ല. ഇതേ തുടർന്ന് ഉദ്യോഗാർത്ഥികൾ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ സിൻഡിക്കേറ്റ് ഉചിതമായ തീരുമാനമെടുക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. ഇതിന്റെ മറവിൽ സിൻഡിക്കേറ്റ് ഉപസമിതി രൂപീകരിച്ച് തട്ടിക്കൂട്ടിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ VC K മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിൽ വിവാദമായ റാങ്ക് ലിസ്റ്റിൽ നിന്നും വ്യാപകമായി നിയമനം നടത്തുന്നത്. സിജു കണ്ണൻ, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇതിഹാസ കഥാകാരൻ M മുകുന്ദന്റെ കഥാപാത്രങ്ങൾ വെള്ളിത്തിരയിൽ എത്തിയ ബോംബൂൾ മയ്യഴി എന്ന ഹ്രസ്വചിത്രത്തിന്റെ പ്രിവ്യൂ കോഴിക്കോട് നടന്നു. കൈരളി TV മിഡിൽ ഈസ്റ്റ് ഡയറക്ടർ M അഷ്റഫാണ് ചിത്രത്തിന്റെ കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. എൻ്റെ മയ്യഴിപ്പുഴ, പുഴയോട് കഥ പറയുന്ന കടൽ, മയ്യഴിപ്പാലം, എല്ലാ മയ്യഴിക്കാരുടെയും
മയ്യഴിപ്പള്ളി. ചരിത്രവും മിത്തുകളുമെല്ലാം ഇഴചേർന്ന് കിടക്കുന്ന മയ്യഴിയുടെ പോയ കാലങ്ങളെ വാക്വഴക്കത്തിലൂടെ അനുവാചകരെ അനുഭവിപ്പിച്ച എം മുകുന്ദന്റെ പ്രധാന കഥാപാത്രങ്ങൾ കഥാകാരനെ തേടിയെത്തുന്നതാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലെ ചന്ദ്രികയും ഗസ്തോൺ സാഹിബും മുതൽ ഏറ്റവും പുതിയ കഥാപാത്രമായ കുടനന്നാക്കുന്ന ചോയ് വരെ കഥാകാരനെ ചിത്രത്തിൽ തേടിയെത്തുന്നു. മാധവ, ആ നോവൽ ഇന്നെ ഞാൻ ഏൽപ്പിച്ച ലക്കോട്ടിങ് എന്ത് ചെയ്ത്? എന്റെ പറശ്ശിനിക്കട മുത്തപ്പ ഒന്നും കാൽപ്പനികതയും യാഥാർത്ഥ്യവുമെല്ലാം ചിത്രത്തിൽ ഇഴചേർന്ന് കിടക്കുന്നുണ്ട്. സംവിധായകൻ EM അഷ്റഫ്. ഈ സിനിമ യഥാർത്ഥത്തിൽ വായനക്കാരുടെ ഒരു വിശകലന, ഒരു അവലോകനാണ് കഥാപാത്രങ്ങളെ കുറിച്ച്. ഈ കഥാപാത്രങ്ങൾ കാണാൻ പോയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന ആ ഒരു ചിന്തയിലുണ്ടായിരുന്നു. പുതിയ മയ്യഴിയുടെ കാഴ്ചകളും ആത്മാക്കൾ പൂമ്പാറ്റകളായി പറക്കുന്ന വെള്ളിയാങ്കലുമെല്ലാം ചിത്രത്തിന് മനോഹരമായ ദൃശ്യഭംഗി നൽകുന്നു. എം മുകുന്ദൻ എന്ന കഥാപാത്രമായി എം മുകുന്ദൻ തന്നെ അഭിനയിക്കുന്നുവെന്നതാണ് ആ ചിത്രത്തിന്റെ പ്രത്യേകത. ഞാൻ അഭിനയിക്കുന്ന എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. ഞാനായിട്ടാണ് മുകുന്ദൻ തന്നെയാണല്ലോ, അപ്പോൾ അഭിനയത്തിന്റെ പ്രശ്നമില്ല. കോഴിക്കോട് KP കേശവമേനോൻ ഹാളിൽ നടന്ന പരിപാടിയിൽ സിനിമാ താരം ശ്രീനിവാസൻ, പാമുക്കോയ, എഴുത്തുകാരൻ VR സുധീഷ്, ഖദീജ മുന്താസ് തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു. പ്രിവ്യൂവിന് ശേഷം ചിത്രത്തിലെ അഭിനേതാക്കളെയും അണിയറ പ്രവർത്തകരെയും പരിചയപ്പെടുത്തി. അകം പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ EM ഹാഷിമാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. KSTയുടെ ആഭിമുഖ്യത്തിൽ ONV അനുസ്മരണം സംഘടിപ്പിച്ചു. തിരുവനന്തപുരത്ത് KSTA സംസ്ഥാന സെന്ററിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ പിരപ്പൻകോട് മുരളി അനുസ്മരണ പ്രഭാഷണം നടത്തി. യോഗത്തിൽ വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തകർ പങ്കെടുത്തു. DYFI, SFI, പുരോഗമന കലാസാഹിത്യ സംഘം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ONV അനുസ്മരണം സംഘടിപ്പിച്ചു. തൃശൂർ സാഹിത്യ അക്കാദമിയിൽ നടന്ന പരിപാടി KPSC ലളിത ഉദ്ഘാടനം ചെയ്തു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ, വൈശാഖൻ, DYFI സംസ്ഥാന സെക്രട്ടറി M സ്വരാജ്, ജയരാജ് വാര്യർ, NR ഗ്രാമപ്രകാശ് തുടങ്ങിയവർ ONV അനുസ്മരിച്ചു. വിമാനത്താവളങ്ങളിൽ കസ്റ്റംസ് പരിശോധന കർശനമാക്കിയതോടെ തുറമുഖം വഴി സ്വർണ്ണക്കടത്ത് ഏറുന്നു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ കൊച്ചിയിലും തൂത്തുക്കുടിയിലുമായി 19 കിലോ സ്വർണ്ണമാണ് പിടികൂടിയത്. വിവിധ രൂപത്തിൽ കടത്താൻ ശ്രമിക്കുമ്പോഴും വിമാനത്താവളങ്ങളിൽ വെച്ച് സ്വർണം പിടിക്കാൻ തുടങ്ങിയപ്പോഴാണ് കള്ളക്കടത്ത് സംഘം പുതിയ മാർഗം കണ്ടെത്തിയത്. ഇതിന്റെ ഭാഗമായാണ് തുറമുഖങ്ങളെ സ്വർണ്ണക്കടത്തിന് ഉപയോഗിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ച 7 കിലോ സ്വർണം കൊച്ചി തുറമുഖത്ത് നിന്ന് കസ്റ്റംസ് പിടികൂടിയിരുന്നു. ആഡംബര കാറിന്റെ ഇന്ധന ടാങ്കിൽ ഒളിപ്പിച്ച് ദുബായിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന സ്വർണമാണ് കസ്റ്റംസ് പിടികൂടിയത്. ഇതിനു പുറമെ തൂത്തുക്കുടിയിൽ നിന്നും 12 കിലോ സ്വർണം DRI പിടികൂടിയിരുന്നു. സോപ്പ് പൊടി ഇറക്കുമതിയുടെ മറവിലായിരുന്നു സ്വർണ്ണക്കടത്ത്. സോപ്പ് പൊടി നിറച്ച കണ്ടെയ്നറിനുള്ളിൽ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ ഒളിപ്പിച്ചു വച്ചിരിക്കുകയായിരുന്നു. ഗൾഫിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്കൊപ്പമാണ് സ്വർണവും കടത്തുന്നത്. ദുബായിൽ നിന്നും കപ്പൽ കൊച്ചിയിലെത്താൻ ഒരാഴ്ചയിലധികം സമയമെടുക്കും. ഇതിനിടെ പലയിടത്തും പരിശോധനകൾക്കായി കണ്ടെയ്നർ കിടക്കേണ്ടിയും വരും. ഇത്തരം സാഹചര്യങ്ങളിൽ സ്വർണം കണ്ടെയ്നറിൽ ഒളിപ്പിക്കുന്നത് റിസ്ക് ആണെങ്കിലും പിടിക്കപ്പെട്ടില്ലെങ്കിൽ വൻ ലാഭമാണ് കള്ളക്കടത്ത് സംഘത്തിന് ലഭിക്കുന്നത്. അതിനാൽ റിസ്ക് എടുത്തും അവർ സ്വർണം കടത്തുന്നു. സാഹസികമായി ഇത്തരത്തിൽ സ്വർണ്ണക്കടത്ത് ഉണ്ടാവില്ലെന്നായിരുന്നു കസ്റ്റംസിന്റെ ധാരണയെങ്കിലും കൊച്ചിയിലും തൂത്തുക്കുടിയിലും സ്വർണം പിടിച്ചതോടെ പരിശോധന തുറമുഖങ്ങളിലേക്കും വ്യാപിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് കസ്റ്റംസ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കഞ്ചാവ് വിൽപ്പനക്കാർക്കെതിരെ കൊച്ചി പോലീസ് നടപടി ശക്തമാക്കുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ വിൽപ്പനയും ഉപയോഗവും വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. കാക്കനാട്, വൈറ്റില, കളമശ്ശേരി എന്നീ നിർമ്മാണ മേഖലകളിൽ വൻതോതിൽ കഞ്ചാവ് വിൽപ്പന വർദ്ധിച്ചതോടെയാണ് പോലീസ് നടപടി ശക്തമാക്കിയത്. കഴിഞ്ഞ ദിവസം കാക്കനാട് കേന്ദ്രീകരിച്ചു നടന്ന പരിശോധനയിൽ കഞ്ചാവുമായി 2 ഒഡീഷ സ്വദേശികൾ പിടിയിലായിരുന്നു. കൊച്ചി സിറ്റി കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയിൽ ബുലു നായിക്, ഭയ നായിക് എന്നിവരാണ് അറസ്റ്റിലായത്. ഒഡീഷയിൽ നിന്ന് കൊണ്ടുവന്ന കഞ്ചാവ് തൃക്കാക്കരയിലെ വാടക വീട്ടിൽ നിന്ന് പോലീസ് പിടിച്ചെടുക്കുകയായിരുന്നു. ഇത്തരത്തിൽ എത്തിക്കുന്ന കഞ്ചാവ് ഇവരിൽ നിന്ന് വാങ്ങി വിൽപ്പന നടത്തുന്നവരെക്കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾ വസിക്കുന്ന വീടുകളിലും ലോഡ്ജുകളിലും പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. എറണാകുളം ജില്ലയിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ ഏറെയുള്ള പെരുമ്പാവൂർ മേഖലയിലും പരിശോധന തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.